ആഗ്രഹമായിരുന്നു സോനാടെയൊക്കെ ആവേശം. സോനാടെ ആവേശം. കുട്ടിക്കളിയാണല്ലോ. ഇവിടെ നമ്മൾ ഇതുപോലത്തെ കുറെ ബോൾ റൈഡ്സ് ഒക്കെ ഉണ്ട്. ഗൈസ് നോക്കൂ ഗൈസ്. എന്താണ് പറയാനുള്ളത്? വളരെ അഭിമാന നിമിഷം. നമ്മുടെ ഫെയർവെൽ ആണ്. നമ്മള് 2 വർഷം നമ്മള് കഴിഞ്ഞ കലികോടെ വ്ലോഗ് എടുത്തേ. അതെ അതെ, കഴിഞ്ഞ കലികോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഒരുമിച്ച് വ്ലോഗ് എടുക്കുന്നത്. ഇനിയിപ്പോ ക്ലാസ്സും ഇല്ല. ഇനിയിപ്പം ലാസ്റ്റ് ആയിട്ട് പിന്നെ ഞാൻ വിളിച്ചിരിക്കും. ഞാൻ ചെറുതായിട്ടൊന്ന് ബാംഗ്ലൂർ പോകുവാണ്. ഒരു ജോലി കിട്ടി. അതിന്റെ ചെലവ് ഇതുവരെ തന്നിട്ടില്ല. സാലറി കിട്ടുമ്പോ ഫസ്റ്റ് സാലറി കിട്ടുമ്പോ തക്കടൂടി ഞാൻ ബാംഗ്ലൂർ വിളിച്ചു വരുത്തും. അതിനുള്ള ചെലവ് ആരെടുക്കും? അതിനുള്ള ചെലവ് തക്കടു എടുക്കും. ചെലവ് അവിടെ വന്നിട്ടുള്ള ചെലവ് ഞാൻ കുറച്ച് കാണുന്നുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരി ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഞാൻ കേൾപ്പിച്ചു തരാം. ഇതൊക്കെയാണ് ഗൈസ് മെമ്മറീസ്. ഇതെല്ലാം നമ്മൾ ഇതുണ്ടോ ഗൈസ്? ഇതുണ്ടോ ഗൈസ്? ഇതെല്ലാം മിസ് ചെയ്യുവോ? ഇതെല്ലാം മിസ് ചെയ്യും. എപ്പം മിസ് ചെയ്യും? മിസ് ചെയ്യോ? ഞാൻ എന്റെ കുറച്ച് ഫോട്ടോയും കൂടെ എടുക്കണ്ട. അത് തക്കുടും എടുത്തോണ്ട്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ക്യാമ്പറാണ്. നോക്കൂ ഗൈസ്. പാട്ട് പാടുന്നത് ഗൈസ്. നമുക്ക് വേണ്ടി നമ്മുടെ പാട്ട് പാടുക. നല്ല രസമുണ്ട് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? സീബാച്ചിന്റെ നമ്മുടെ സ്പോർട്സ് റിട്ടയർമെന്റ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യലി സൈൻ ഓഫ് കണ്ണാടി വെച്ചാൽ നമ്മുടെ ഫെയർവെൽ പരിപാടി
എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങള് കോൺവെക്കേഷൻ്റെ ഒക്കെ ആയിരിക്കും. ഞങ്ങൾ എങ്ങനെയുണ്ടെന്ന് കാണാൻ ഒറിജിനൽ കോലം നിങ്ങൾ ട്രെയിനിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളിപ്പോ നോ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോയി. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്റെ ട്രാൻസിഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് എന്റെ നെയിൽസ്. ലൈറ്റ് ഓഫ് ചെയ്തോ. എനിക്ക് നോക്കണം. എനിക്ക് എന്റെ ഒന്നും പേര് ഇതിലില്ലെന്നാ എനിക്ക് തോന്നുന്നു. സോസ് വരെ വന്നു. ഇതിന്റെ പേര് നമ്മുടെ ഇത് നമ്മുടെ പേര് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാ ഗൈസ്. എന്റെയൊക്കെ പേര് സോന. എസ്ഒ എന്നെ കണ്ടുപിടിക്കുന്നവർക്ക് എന്താണ് സമ്മാനമുണ്ട്. ഞങ്ങളുടെ മഞ്ജു ഗൈസ്. നമുക്ക് എല്ലാവരും മല ഏമിന്റെ വരെ ഉണ്ട്. നമ്മളിന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും. എന്ത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും ഗൈസ്. അപ്പൊ നമ്മുടെ ഫെയർവെൽ ഇന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് CA3യും നമുക്ക് ഇതൊരു ജോലിയൊന്നും ആയിട്ടില്ല. സെം എക്സാം ഒക്കെ ഉണ്ട് ഗൈസ്. ഇനി തിങ്കളാഴ്ച ഉണ്ട് ഗൈസ്. അതിന് പഠിക്കണം. ഒന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങൾ എഴുതും. എന്നിട്ട് നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യും. അതെ, ഞങ്ങൾ തലേ ദിവസം രാത്രി പഠിച്ചാലും ഞങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ല മാർക്ക് കിട്ടും. ഒരു 8 ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഓവറോള് സെം. പിന്നെ ഗൈസ് ഞങ്ങള് 3 പേരും അൺഎംപ്ലോയിഡ് ആണ്. ജോലിയൊന്നും ആയിട്ടില്ല. എനിക്കായിരുന്നു ഗൈസ്, പക്ഷെ അതിന് ഞാൻ പോത്തില്ല ഗൈസ്. ജോലി ഉള്ളവർക്ക് ജോലി വേണ്ട, മാർക്കുള്ളവർക്ക് മാർക്ക് വേണ്ട. നമുക്ക് മാർക്കും ഇല്ല, ജോലിയില്ല ഗൈസ്, ഒന്നുമില്ല. ഇനി അത് നമ്മള് ജോലി മേടിക്കും. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ വരും. ഇതുപോലെ ഇരിക്കും ഇങ്ങനെ 3 ചെയറിൽ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ടുള്ളത് നമ്മൾ അയവറുത്ത് കാണും. അയവറുക്കോ? അയലവറുത്ത് കാണും ഗൈസ്. ഇതൊക്കെ ഒരു ചെറിയ ഞങ്ങളുടെ ഫണ്ണാ. ബാഡീസ് അല്ലാതെ പിള്ളേർക്ക് ബുദ്ധി ഇല്ലാത്തതിന്റെ അല്ല ഗൈസ്. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെ വരും. ഞങ്ങൾ പുതിയ മെമ്മറീസ് അന്നും ഉണ്ടാക്കും. ഇങ്ങനത്തെ സെയിം വീഡിയോ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യും. അതെ, ബാഡീസ് തിരിച്ചു വരുന്നതായിരിക്കും. ബാഡീസ് സൈനിങ് ഓഫ് അല്ലേ നിഹാല്? അതെ. നമുക്കിനി കോൺവെക്കേഷന് കാണാം. ബൈ. ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ബിക്കോസ് അന്ന് ഫുൾ മഞ്ഞായിരിക്കും. ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് ന്യൂ ലുക്ക്. ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ ഡ്രസ്സാണ് ഇടുന്നത്. അതേത് ഡ്രസ്സാ എനിക്കറിയില്ല. മാത്രം അറിയാവുന്ന ഏതോ ഒരു ഡ്രസ്സാ എനിക്കറിയില്ല. നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ പഠിച്ചിട്ട് എത്ര രൂപയായി? 6 ലക്ഷം പ്ലസ് ഫുഡും തീറ്റി എന്നും പുറത്തുനിന്നായിരുന്നു. 8 ലക്ഷം. അത് നേരം. അപ്പൊ നമ്മൾ 8 ലക്ഷം രൂപയുടെ നമ്മൾ ഗൗണാ ഇടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ന്യായമല്ല. ഇപ്പം നിഹാൽ ഇട്ടേക്കുന്ന ഷർട്ടിന് എന്തോ 50,000 രൂപ വിലയൊക്കെ ഉണ്ടെന്നാ. 1 ലക്ഷം രൂപ. 1 ലക്ഷം. 1 ലക്ഷം. അത് തിരിച്ചു കാണിക്കണം. 1 ലക്ഷം രൂപയുടെ ഷർട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് സാരി, നവ്യയുടെ സാരി സബ്യസാച്ചി സാരിയാണ് ഗൈസ്. ഇതിന് ഏകദേശം ഒരു 1,50,000 കുറഞ്ഞു പോയല്ലോ. അത്ര ഉണ്ട്. ഇന്ത്യ നല്ല തിളക്കമുണ്ടല്ലോ. എന്റെ ഇത് ഡയമണ്ട്സ് ആണ് ഈ അറ്റത്ത് വരുന്നത്. പ്ലസ് ഇത് സിൽക്കി ആണ്. ഒറിജിനൽ പ്യൂർ സിൽക്ക് ആണ്. എങ്ങനെ പോയാലും ഏകദേശം ഒരു 5 ലക്ഷം വരും. പിന്നെ ഡിസ്കൗണ്ട് 2000 രൂപ. 5 ലക്ഷം രൂപയുടെ സാധനത്തിന് 2000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയുള്ളൂ. അത്ര കിട്ടിയുള്ളൂ. പിന്നെ ഞാനൊരു കോടീശ്വരിയാണ് നോക്കിയില്ല, പൈസ ഒക്കെ എടുത്തെറിഞ്ഞേച്ച്. അപ്പൊ കോൺവെക്കേഷൻ എത്ര ഡ്രസ് ആയിരിക്കും? കോൺവെക്കേഷൻ നമ്മൾ 10 ലക്ഷം രൂപയുടെ ഡ്രസ്സാണ്. 8 ലക്ഷത്തിന്റെ ഡ്രസ്സാണ്. അല്ല, കോൺവെക്കേഷൻ നമുക്ക് ഡ്രസ്സ് ഫ്രീ ആയിട്ട് കോളേജിൽ നിന്ന് തരുവാ. 8 ലക്ഷം രൂപയുടെ. ഫ്രീ എന്നൊന്നും അല്ല, നമ്മുടെ ഓൾറെഡി 8 ലക്ഷം. നമ്മൾ ഓൾറെഡി ഇവിടെ കുറെ എണ്ണി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അവരെടുത്ത് തയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം 10 ലക്ഷം രൂപയുടെ സാരി 8 ലക്ഷം രൂപയുടെ മോളിൽ കൂടുന്ന ബ്ലാക്ക് കോട്ട്. അത് എത്ര ലക്ഷത്തിന്റെ? ഒറിജിനൽ ഡയമണ്ട്സ് ആണ്. ഇതും ഒരു ഒറിജിനൽ ഡയമണ്ട്സ് ആണ്. പിന്നെ ഇത് ഈ സ്റ്റോൺ ഒരു കമ്മലിന് തന്നെ 2 ലക്ഷം. അപ്പൊ 2 ലക്ഷം 4 ലക്ഷം പിന്നെ 1,50,000 മൊത്തത്തിൽ 5 ലക്ഷം അത്രേ ഉള്ളൂ. ഇത് റോസ് ഗോൾഡ് പ്ലസ് ഡയമണ്ട് ആണ്. ഇത് മറ്റേ സ്റ്റോൺ ആണ്. എന്ത് സ്റ്റോൺ? ഇത് നവരത്നയാണ്. നാഗമണിയോ? അതൊരു പാമ്പിന്റെ തലയുള്ളതാണ്. നാഗമാണിക്യോ? പാമ്പിന്റെ തലേന്ന് എടുത്തോണ്ട് വന്നേ, എന്നിട്ട് ഇങ്ങനെ വെച്ചു.
എവിടെ വെച്ച്? മോതിരത്തിൽ ഒപ്പിച്ചു വെച്ചു. ഇത് ഞാൻ ഗൈസ് എവിടുന്ന വീട്ടിൽ കിടന്ന ഏതോ ചെരുപ്പാ ഗൈസ്. അതെത്രയുടെ? ഇതൊരു 10 ലക്ഷം. 10 ലക്ഷം ഒന്നുമില്ല, അത്രയില്ല. അത്രയില്ല. 50,000. സരോജിനിയിലായോണ്ട് 1 ലക്ഷം. ലക്ഷങ്ങളുടെ കളിയുള്ളൂ ഗൈസ്. എങ്ങനെ പോയാലും ഞങ്ങൾ ഇന്ന് തട്ടിക്കൊണ്ട് പോയാല് ഒരു 10 ലക്ഷം രൂപ ഞങ്ങളെ രണ്ടിനെ വിറ്റ ഞങ്ങളുടെ ഓർഗൻസ് എടുത്താൽ കിട്ടിക്കോളൂ. കോടികളാ. എടാ ഓൾറെഡി സോന നവ്യ എന്ന് പറഞ്ഞ ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാ. അതെ ഗൈസ്. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ആള് വരുന്നു. അടുത്ത ആളുണ്ട്. കോളം വിളിച്ചു പോവാണ്. ഇത് വന്ന് അൽഫോൺസ് മരിയ വാങ്ങാൻ വന്നിരിക്കുന്നു. കള്ളത്തരം ഗൈസ്, കള്ളത്തരം ഗൈസ്. ഒരിക്കലും കാണുന്നില്ല. ആർക്ക് കിട്ടിയാലും ഇവർക്ക് കിട്ടത്തില്ല ഗൈസ്. വേറെ ആർക്ക് കിട്ടിയാലും ഇവർക്ക് കിട്ടത്തില്ല ഗൈസ്. ഗൈസ് കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ്. ഓ ഗൈസ് നമ്മുടെ മഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. കൊറേ നാൾക്ക് ശേഷം നമ്മുടെ മഞ്ഞ് തിരിച്ചു വന്നേ. മുഖം വേറെ ആണല്ലോ. ഇച്ചിരി കൂടെ ഇങ്ങോട്ടില്ലേ. ആ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ എന്തിനുള്ള പ്രൈസാ? ബെസ്റ്റ് പൊട്ടത്തേക്കുള്ള അവാർഡാണ്. ഒന്ന് നോക്കി 50,000 കറക്റ്റ്. ദിവസം മേടിച്ച ക്ലിപ്പാ. ഫസ്റ്റ് ഡേ എനിക്ക് ആഗ്രഹം ഈ 2 വർഷം ഇത് യൂസ് ചെയ്യണം. നല്ലതല്ലേ? അങ്ങനെ ഇത് ഞാൻ ഇനിയും ഗ്രാജുവേഷൻ വരെ ഞാൻ ഇത് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകും. ഇതെന്റെ ഒരു മെമ്മറിയാ, നമ്മുടെ MBAയുടെ ഒരു മെമ്മറി. ഇത് നമ്മുടെ മെയിൻ. ഇത് എത്ര ലക്ഷം രൂപയാ? ഇത് 50 രൂപ. നമ്മൾ കുറഞ്ഞത് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന മേളത്തെ കമ്മല് 10 രൂപയുള്ളൂ. താഴത്തെ 4 ലക്ഷത്തിന്റെ മുകളിലത്തെ 10 രൂപയുടെ. നമ്മൾ ഇച്ചിരി സിംപ്ലിസിറ്റിയുടെ ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുമുണ്ട്. നമ്മള് ഇച്ചിരി ലക്ഷറീസും ആണ്, എന്നാൽ സിംപ്ലിസിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ വേണമല്ലോ. നമ്മൾ MBA അല്ലേ പഠിക്കുന്നത്. അപ്പൊ ഇച്ചിരി പ്രൊഫഷണലിസം നമ്മുടെ ഇതിൽ വേണം. ഇനി നമുക്ക് പോയാലോ ഗൈസ്? നല്ല ഉറക്കം ഈ തള്ളുന്നതിന്റെ എവിടെന്നാ കോഴ്സ്? അത് ഞങ്ങൾ ഇവിടെ എക്സ്ട്രാ മരിയൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആഡ് ഓൺ സർട്ടിഫിക്കറ്റാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിഹാലിനോട് കോൺടാക്ട് നമ്പർ വെച്ചാൽ. അതെ അതെ. ഇനി ഞാൻ നിഹാലിനെ എടുക്കാം. ഇനി നിഹാല് വന്നു. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ കാര്യം. അതെ. ഈ ഡ്രസ് ഷർട്ടിന് എത്ര രൂപയാണ്? എത്രയാടാ? 2 ലക്ഷം. പുലിയാണ്. ഒറിജിനൽ ലെതർ ആണെന്ന് തോന്നുന്നു. ഒറിജിനൽ ലെതർ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? വളയാണ് ഗൈസ്. ഈ വള ചീപ്പായിരുന്നു. എത്ര ഉണ്ടായിരുന്നടി? എന്റെയാ 100 രൂപയായിരുന്നു. 120 രൂപ. എത്ര ചീപ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ് ബൈ. പക്ഷെ അവനെ തക്കുടൂന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല ഗൈസ്. ആശിഷിനെ ഞങ്ങൾ വിളിക്കത്തുള്ളൂ. തക്കുടൂന്ന് വിളിക്കാം. അറിയണം ഇവനെ. നല്ല ചെറുക്കനാ ഗൈസ്. അപ്പം നമ്മുടെ വ്ലോഗ് ഇന്നത്തെ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ ഞാനൊരു തൊഴിൽ ഉറങ്ങിയില്ല. ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ. ഓ ഞാൻ കണ്ടില്ല. എന്താ? എന്നിട്ട് അമൃതേനെ കാട്ടിക്കൊണ്ടാക്കിയ ശീതള്. ചതീവ് എന്റെ ചാൻസ്
വായുറക്കം. ഏത് ശാന്തത? ശാന്തത കൊടുങ്കാറ്റ് മുമ്പുള്ള ശാന്തത അല്ലടാ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന് കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്റെ അസുഖം പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. Dance Master Vikram. My biological name is Michael Elias, Jackson Elias, Vikram Elias. Dance Master Vikram sir. ഇതൊക്കെ ഗോപൂർവായെന്ന് കണ്ടിട്ട് മനസ്സിലായത്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. കൂലി പണി. രാജൻ കൂലിപ്പണി രാജൻ. ഇങ്ങനെയൊന്നും അല്ലടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഇന്നത്തെ പരിപാടി ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ നൂഡിൽസിലൊന്നായ കൊറിയൻ നൂഡിൽസ്. മക്കളിലായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഭയങ്കര കുറ്റമല്ല. ഇപ്പൊ കിണ്ടടിച്ച് വരാൻ ഞാൻ ഇൻവെർട്ടർ അതിലോട്ട് അപ്പുറത്ത് വയ്ക്കണം. ഞാൻ പോകുന്നു. ബൈ ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ?
student. All the best. All the best. All the best. All the best.